പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം തന്നെ വിദേശത്തൊരു തൊഴിൽ ഭാഗ്യം, അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂല സാഹചര്യം, ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്ര ജാതകർ. ഇവർ അപ്രതീക്ഷിതമായിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഏജൻസി വഴിയോ സഹായങ്ങൾ കൊണ്ട് വിദേശത്തെത്താനും വിദേശത്ത് സ്വപ്നങ്ങൾ പൂവണിയാനും സാധിക്കുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ പങ്കുവെക്കുന്നു. വിദേശ ഭാഗ്യത്തോടൊപ്പം തന്നെ മറ്റ് അനുകൂല കാര്യങ്ങളും ഇവർക്ക് ഈ വീഡിയോയിലൂടെ തന്നെ അറിയാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. നന്ദി. നമുക്ക് ആദ്യം തന്നെ പറയാം കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച്. മന്ദത മാറി വളരെ ഉന്മേഷവാന്മാരാകുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ ഇവർ നേരിട്ടൊരു പ്രധാന പ്രശ്നം ഒന്നിനോടും താല്പര്യം ഇല്ലായ്മയായിരുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇതൊക്കെ വിട്ടൊഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കും. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിജീവിക്കാൻ കർമ്മമേഖലയിൽ ചില നല്ല കാലമാണ് ഇവർക്ക് വരുന്നത്. കർമ്മമേഖലയിൽ ഉയർച്ചകൾ ഒരുപാട് ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷത്തിനും ഐക്യത്തിനും കാരണമാകുന്ന സന്ദർഭങ്ങൾ കൂടി വരും. ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടോ ഏജൻസി വഴിയോ ഒരു തൊഴിൽ ഭാഗ്യം വിദേശത്ത് ഇവരെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ അടുത്തെത്തിക്കഴിഞ്ഞു. വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനങ്ങളും ഉണ്ടാകും. കലാരംഗത്ത് ശോഭിക്കപ്പെടും. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്കായിട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. നയപരമായ തീരുമാനങ്ങളിലൂടെ ഇവർക്ക് നേട്ടം ഉണ്ടാകും. അന്യദേശത്ത് ഭൂമി ഇടപാട് നടത്തുന്നവർക്ക് ചില സാമ്പത്തിക പുരോഗതികൾ കാണുന്നുണ്ട്. വ്യാപാര വ്യാവസായിക മേഖലയിൽ അടുക്കും ചിട്ടയും വരുത്താൻ സാധിക്കും. വരും ദിവസങ്ങളിൽ പ്രണയ വിവാഹ യോഗവും ഇവരിൽ കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റത്തിലെ വിവാദം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. സന്താന ഭാഗ്യം ഉണ്ടാകും. അന്യദേശത്തു നിന്ന് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. സന്താനത്തിന് സാങ്കേതിക മേഖലയിൽ തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരമായിട്ട് ഭദ്രകാളിക്ക് രക്തപുഷ്പാർച്ചന, കടുംപായസം, സുബ്രഹ്മണ്യ സ്വാമിക്ക് ഭസ്മാഭിഷേകം, ശ്രീകൃഷ്ണന് തുളസിമാല, പാൽപായസം, അഷ്ടലക്ഷ്മി യന്ത്രം വീട്ടിൽ വെച്ച് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പറയേണ്ടത് തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ചാണ്. ഇവർക്കും ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ വളരെ ഭാഗ്യങ്ങളുടെ സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഇവർ നനച്ചിരിക്കാത്ത നേരത്തൊരു വിദേശ തൊഴിലിന് അവസരം ബന്ധുക്കളിൽ നിന്നോ സഹോദരങ്ങളുടെ സഹായങ്ങൾ കൊണ്ടോ ലഭ്യമാകാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കർമ്മമേഖലയിൽ നേട്ടങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം കൊണ്ട് പല അബദ്ധങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കും. ജാമ്യം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പൂർവിക സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും കന്നുകാലികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ളവർക്ക് ഉന്നതി ഉണ്ടാകും. വായ്പാ കുടിശ്ശിക അടച്ചു തീർക്കുന്നതിന് സാവകാശം ലഭിക്കുന്നതാണ്. ആധുനിക ചികിത്സകളിൽ ഉപരിപഠന യോഗം. കലാരംഗത്ത് സഹകരണം. ഇറക്കുമതി രംഗത്ത് പൂർവാധികം ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കും. പൊതുരംഗത്ത് എതിർപ്പ് പ്രകടമാകും. അംഗീകാരത്തിന് സമ്മർദ്ദം ചെലുത്തും. കായിക രംഗത്ത് മുന്നേറാൻ സാധിക്കും. ഉപരിപഠനത്തിന് വാശി കൂടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരത്തിന് ശിവന് ജലധാര, കൂവളമാല
ശ്രീകൃഷ്ണന് വെണ്ണ നിവേദ്യം, വേട്ടയ്ക്കൊരു മകന് അർച്ചന, ഹാരം. വിദ്യാർത്ഥികൾ സരസ്വതി യന്ത്രം ധരിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വിദ്യാരാജ ഗോപാലാർച്ചന നടത്തുന്നതും ഉത്തമമായിരിക്കും. ഇനി ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ചില വ്യക്തികളുടെ സഹായം കൊണ്ടൊരു വിദേശ തൊഴിൽ, അതുപോലെ തന്നെ വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ചില അനുകൂല സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കേണ്ടി വന്നവർക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കും. ക്രമക്കേട് കാണിക്കുന്ന ജീവനക്കാർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കാനും ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നാഡീരോഗങ്ങൾ മൂലമുള്ള ക്ലേശങ്ങൾക്ക് കുറവ് കണ്ടു തുടങ്ങും. മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ പുത്രൻ്റെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസമേകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കാതിരിക്കുക. ഇത് ഏറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. ആയില്യം നക്ഷത്ര ജാതകർക്ക് മനസ്സ് തളർന്നു പോകുന്ന സാഹചര്യത്തിൽ പുത്രൻ്റെ പിന്തുണയും സാന്നിധ്യവും ആശ്വാസം നൽകും. ഉദ്യോഗം ഉപേക്ഷിച്ച് ബിസിനസ് തുടങ്ങുവാനുള്ള തീരുമാനം നീട്ടിവെക്കുന്നതാണ് ഉചിതം. തുടർന്നു വരുന്ന തൊഴിൽ രംഗത്ത് ഉന്നതി ഉണ്ടാകും. പ്രവർത്തന മേഖലയിൽ വിശേഷ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പ്രമാണം തിരിച്ചെടുക്കാൻ സാധിക്കും. കായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാനാകും. വാഹനം മുഖേന ആദായം ഉണ്ടാകും. സന്താനത്തിന് ദൂരദേശത്തു നിന്നും മേന്മയുള്ള വിവാഹബന്ധം. ജീവിത പങ്കാളിക്ക് അപ്രതീക്ഷിത ധനാഗമം. പുത്തൻ ഗൃഹം സ്വന്തമാക്കാനും ഇവർക്ക് സാധിക്കുന്ന സമയമാണ്. ഇവരുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതിന് ശങ്കരനാരായണന് നെയ്വിളക്ക്, ദുർഗാക്ഷേത്രത്തിൽ പാൽപായസം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഗുരുതുല്യവർ ആയവരുടെ ആശീർവാദത്തോടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തന മേഖലയിൽ ശോഭിക്കുന്ന നക്ഷത്ര ജാതകരാണ് ഇവർ. ഏജൻസി വഴി വിദേശത്ത് പോകാൻ പണം അടച്ചിട്ട് കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും വരും ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതാണ്. ഉന്നത വ്യക്തികളുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടാനും ഇത്തരം സൗഹൃദങ്ങൾ പ്രതിസന്ധി തരണം ചെയ്യാനും ഉപകാരപ്പെടും. ഭാഗ്യദേവതയുടെ അനുഗ്രഹവും ഉണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാൻ ഇടവരും. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ പുലർത്തണം. പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് സമയം അനുയോജ്യമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് കാലം അനുകൂലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരത്തിന് അർഹതയുണ്ട്. വിവാഹകാര്യത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പുനർവിവാഹത്തിന് സാധ്യത കാണുന്നുണ്ട്. വാഹനയോഗവും ഉണ്ട്. മാസാവസാനത്തിൽ അലഞ്ഞുതിരിയലിന് സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യത്തിൽ കൂടുതൽ അച്ചടക്കം പാലിക്കുക. ചിലവുകൾ അധികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൃഷിയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം. വളർത്തുമൃഗങ്ങൾക്ക് രോഗം വരാതെയും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരാർത്ഥം സർപ്പക്കാവിൽ 100 പാലും, ഹനുമാന് വെറ്റിലമാല, ശിവന് ജലധാര, ശാസ്താവിന് നീരാജനം എന്നിവ കഴിപ്പിക്കുക. അഹോര യന്ത്രം ദേഹരക്ഷയ്ക്കായിട്ട് ധരിക്കുന്നതും ഉത്തമമാണ്. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. പ്രവർത്തന മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയമായതുകൊണ്ട് വിദേശത്ത് പോകാനുള്ളൊരു ശ്രമം പരീക്ഷിക്കുന്നത് നല്ലതാണ്. പണമടച്ചിരിക്കുന്നവരും ദുഃഖിക്കേണ്ട. സാഹചര്യം അനുകൂലമായിട്ട് വരുന്നുണ്ട്. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ വരും ദിവസങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട്. പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് വിദേശയാത്രയ്ക്ക് അവസരം ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണ ഭാഗമായി വ്യായാമവും ഭക്ഷണ ക്രമീകരണവും ശീലിക്കുക. ഭവന നിർമ്മാണത്തിന് അനുയോജ്യമായ കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ അസൂയയ്ക്ക് പാത്രമാകാതിരിക്കുക. വിദ്യാർത്ഥികൾക്ക് സമയം ഉത്തമമാണ്. പുണ്യപ്രവൃത്തികൾക്ക് പണം ചിലവഴിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. പ്രതിസന്ധി തരണം ചെയ്യാൻ സഹപ്രവർത്തകരുടെ പിന്തുണ സഹായമാകും. അന്യദേശത്ത് കടുപ്പമേറിയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് വിജയപഥത്തിൽ എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സംഗീത മേഖലയിൽ ചില അംഗീകാരങ്ങൾ തേടിയെത്തും. ജീവിത പങ്കാളിക്ക് ഔദ്യോഗിക ഔന്നത്യം ഉണ്ടാകും.
വ്യാപാര വ്യവസായിക മേഖലയിൽ ധനവരവ് വർദ്ധിക്കും. ഇലക്ട്രോണിക്സ് രംഗത്ത് വ്യക്തിഗത നേട്ടം കൈവരിക്കാൻ സാധിക്കും. ഭക്ഷ്യവസ്തുക്കളുടെ വിതരണ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ അധികാരവും ലഭിക്കും. ഇവർ ദോഷപരിഹാരാർത്ഥം പിതൃക്കൾക്ക് ബലിതർപ്പണം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.